മനുഷ്യ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന മോഹത്തിന്റെ അനന്തര ഗർഭഫലമാണ് പാപം. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ടു മരണത്തെ പെറുന്നു. പാപം ക്ഷമിക്കപ്പെടണം സഹോദരങ്ങളെ. സകല മനുഷ്യന്റെയും ആഗ്രഹമാണ്. മനുഷ്യൻ ദൈവത്തെ വിട്ടു പോകുന്ന നാളിൽ പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ അവൻ തപ്പിത്തടഞ്ഞ് നിത്യനരകത്തിൽ പോകുമെന്ന് കണ്ടപ്പോൾ അവന്റെ സൃഷ്ടാവായ ദൈവം അവന്റെ മനസ്സിൽ ഒരു ദീപം കൊളുത്തി. ആ ദീപത്തിനാണ് ബൈബിൾ മനസാക്ഷി എന്ന് പറയുന്നത്. ആ മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നീതിമാനായ ദൈവത്തെ അവന് കാണാം. ദൈവം നീതിമാനാണെന്നും അവൻ നീതിയോടെ വിധിക്കുമെന്നും പാപം ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നും ലോകത്തിലെ വിവേകശേഷിയുള്ള സകല മനുഷ്യർക്കും അറിയാം. അവൻ ആര്യനായാലും ദ്രാവിഡനായാലും കർത്തവനായാലും വെളുത്തവനായാലും ധനവാനായാലും ദരിദ്രനായാലും സ്ഥിരബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ആകയാൽ മനസാക്ഷി മനുഷ്യനോട് പാപബോധത്തെ കുറിച്ച് പറയും തോറും അവന്റെ ഉള്ളം ഇങ്ങനെ വിറച്ചുകൊണ്ടേ ഇരിക്കും. ഓടി ഒളിക്കുവാൻ ഇടമില്ല. ദാവീദ് ഒരിക്കൽ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൻ ഇങ്ങനെ എഴുതി, യഹോവേ, തിരു സന്നിധി വിട്ട ഞാൻ എവിടേക്ക് ഓടി ഒളിക്കും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച സൂര്യന്റെ ഉദയത്തിന്റെ ദിക്കിൽ പോയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ ഇറങ്ങിയാൽ നീ അവിടെയുണ്ട്. കൂരിരുട്ടെന്നെ മൂടട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിനക്ക് വെളിച്ചമാണ്. നിന്റെ സന്നിധി വിട്ട ഞാൻ എവിടെ ഓടി ഒളിക്കും? ഇല്ല ശ്രോതാക്കളെ, ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യാത്മാവിന് ഓടി ഒളിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ദിശയിലും സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ എഴുതിയത്, അവന്റെ കണ്ണുകളുടെ മുൻപിൽ സകലവും നഗ്നവും മലർന്നതുമത്രേ. നമുക്ക് സമൂഹത്തെ ഒളിപ്പിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ ഒളിപ്പിക്കാം, സഹപ്രവർത്തകരുടെ മുൻപിൽ ഓടി ഒളിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങളുടെ മുൻപിൽ വറതേടി എവിടെയെങ്കിലും ഒളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ വിട്ടോടി ഒളിക്കുവാൻ ഒരു മനുഷ്യനിടമില്ല. മനുഷ്യന്റെ മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ദൈവസിംഹാസനത്തെ കാണുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് ഞെട്ടി വിറയ്ക്കുന്നു. അതാണ് മനുഷ്യനോടുള്ള ആ ദൈവത്തിന്റെ നിത്യ ഉടമ്പടി. ആ മനസാക്ഷി എന്ന ദീപത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യൻ പാപത്തെ കാണുകയാണ്. വീണ്ടും ബൈബിൾ ചരിത്രങ്ങൾ പഠിച്ചാൽ പാപത്തിന്റെ വിവർത്തനങ്ങൾ പിൽക്കാല വിശുദ്ധന്മാർ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പ്രശസ്തനായ സുവിശേഷകനായിരുന്ന ജോൺ വെസ്ലി പാപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യ ഹൃദയത്തിൽ ദൈവം അവൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്ന ആത്മീയതയ്ക്കും ധാർമ്മികതയ്ക്കുമെതിരെ പ്രവർത്തിക്കുവാൻ നിത്യം അവനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണ ശക്തിയാണ് പാപം. പൗലോസ് എന്താണ് പറഞ്ഞത്? മരണമെന്ന മഹാസർപ്പത്തിന്റെ വിഷമുള്ളതാണ് പാപം. എന്താണ് യാക്കോബ് പറഞ്ഞത്? മനുഷ്യ മനസ്സിൽ കുടിയേറുന്ന മോഹങ്ങളുടെ ഗർഭഫലമാണ് പാപം. ജോൺ വെസ്ലി എന്താണ് പറയുന്നത്? ആത്മീയതയ്ക്കും ധാർമ്മികതയ്ക്കുമെതിരെ അവനെ തെറ്റ് ചെയ്യുവാൻ രാപ്പകൽ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണ ശക്തിയാണ് പാപം. എങ്ങനെ ഈ പാപത്തിൽ നമുക്ക് രക്ഷപ്പെടാം? പാപം വാഴുന്നിടത്തോളം കാലം മനുഷ്യഹൃദയത്തിൽ സമാധാനം കിട്ടത്തില്ല. പാപമോക്ഷത്തിനായി മനുഷ്യൻ എന്തെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നു. മനുഷ്യൻ പുണ്യ സ്ഥലങ്ങളിൽ പോകുന്നു, കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സ്വയം ശരീരത്തെ വേദനപ്പെടുത്തുന്നു. ഇല്ല ശ്രോതാക്കളെ, അതിനാലൊന്നും നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. ലോകത്തിലെ ഏതെങ്കിലും ഭൗമിക സുഖം കിട്ടിയാൽ നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ? ഒരിക്കലും സാധ്യമല്ല. ഈ മുഴു ലോകത്തിൻ്റെയും ആധിപത്യം നിങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പരാക്രമി അലക്സാണ്ടർ ആയിരുന്നല്ലോ. തൻ്റെ ബാല്യകാലത്തിൽ തന്നെ ആക്രമണത്താൽ ലോകരാഷ്ട്രങ്ങളെ വെട്ടിപ്പിടിച്ചു. അവൻ്റെ കുതിരയുടെ കുളമ്പിൻ്റെ മുൻപിൽ രാജാക്കന്മാർ കിരീടം വെച്ച് കീഴടങ്ങി. എന്നാൽ ആ മഹാൻ കേവലം തൻ്റെ യൗവനത്തിൽ തന്നെ മരിക്കുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാം മഹയാണ്, ലോകത്തിൽ താൻ നേടിയ സർവമഹത്വവും ഉപേക്ഷിച്ചാണ് പോകുന്നത്. മറുഭാഗത്ത് ചിന്തിച്ചേക്കാം, ഒരു ജഡീക സുഖങ്ങളോ ഭൗമിക നന്മയോ ഉണ്ടെങ്കിൽ ആത്മശാന്തി കിട്ടുമോ? ഇല്ല ശ്രോതാക്കളെ. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ധനിക രാജാവ് അവൻ സോളമനായിരുന്നു. BC 1000 അവൻ യെരൂശലേമിൽ വാണിരുന്നത്.
ദാവീദ് എന്ന രാജാവിന്റെ സന്തതിയായി അരമനയിൽ ജനിച്ചവൻ 30-ാമത്തെ വയസ്സിൽ രാജഭാരമേറ്റു. ലോകത്തിൽ അവനെ പോലൊരു സമ്പന്നൻ ഉണ്ടായിട്ടില്ല. അത്ര ബഹു സമ്പന്നനായിരുന്നു. അവൻ ഭക്ഷിച്ചിരുന്ന പാത്രങ്ങൾ പൊൻപാത്രമായിരുന്നു. ഒടുവിൽ അവൻ ഇങ്ങനെ എഴുതി, എൻ്റെ കണ്ണാഗ്രഹിച്ചതൊന്നും ഞാൻ വിലക്കിയില്ല, എൻ്റെ കാതുകൾ ആഗ്രഹിച്ചതിനൊന്നും ഞാൻ തടസ്സമായിരുന്നില്ല, ഞാൻ സകല സുഖവും അനുഭവിച്ചു. ഒടുവിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഹാ മായ മായ, സകലതും മായ അത്രേ. ഇല്ല ശ്രോതാക്കളെ, ജഡീക സുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി കൊണ്ടോ ലോകത്തിൻ്റെ ആധിപത്യം കൊണ്ടോ ഭൗമിക നന്മ കൊണ്ടോ ലോകത്തിലെ ഒരു ഉന്നത സ്ഥാനമാനം നൽകിയത് കൊണ്ടോ നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. എല്ലാം ഈ ലോകത്തിൽ അസ്തമിച്ചു പോകും. ബന്ധവും സ്വന്തവും നേടിയെടുത്തിട്ടുള്ളതും പിതാക്കന്മാർ കൈമാറിയതും ലോകത്തിൽ അഭിമാനിപ്പാൻ നിങ്ങൾക്കുള്ളതെല്ലാം ക്ഷണനേരം കൊണ്ട് അസ്തമിച്ചു പോകും. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യവാന്മാരായി തീരാൻ കഴിയുന്നത്? ശുദ്ധ തിരുവെഴുത്തിൽ കടന്നു വരുമ്പോൾ ഈ പാപത്തെ വിട്ടൊഴിയുന്നവൻ അവൻ ഭാഗ്യവാനാണ്. പാപം മനുഷ്യനിലേക്ക് കുടിയേറി. പാപ ഉൽപ്പത്തിയെക്കുറിച്ച് നാം പഠിച്ചാൽ മനുഷ്യ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെ പാപം ഉണ്ടായിരുന്നു. ദൈവ സൃഷ്ടികളിൽ ഉന്നതരായ ദൂതഗണങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ കുടിയേറിയ മോഹവും നിഗളവും സ്വാർത്ഥതയുമാണ് പാപ ഉൽപ്പത്തിയുടെ രഹസ്യം. എന്നാൽ പിൽക്കാലത്ത് പാപം മനുഷ്യനിലേക്ക് കുടിയേറി. ഒരു മനുഷ്യനിൽ പാപം ആധിപത്യം പിടിച്ചാൽ വേദപുസ്തകം നമ്മൾ നോക്കിയാൽ ഒരു പാപിയുടെ അവസ്ഥ നമുക്ക് കാണാം. പൗലോസ്ലീഹ റോമാലേഖനത്തിൽ എഴുതി, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. വീണ്ടും തൻ്റെ കരങ്ങൾ അടുത്ത വാക്കെഴുതി, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ടത് ചെയ്യിക്കുകയാണ്. നന്മ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ഓരോ ദിനവും പ്രഭാതത്തിൽ സൂര്യകിരണങ്ങളെ സ്വാഗതം ചെയ്യുന്ന സ്നേഹിത, യാത്രമധ്യേ തിന്മ ചെയ്ത് നീ നിന്നെ തന്നെ നശിപ്പിക്കുന്നതിൻ്റെ രഹസ്യം എന്തെന്നറിയാമോ? പാപം നിന്റെ മേൽ ആധിപത്യം പിടിച്ചിരിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ ആ ശ്ലീഹാ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനോ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ട് അതങ്ങ് ചെയ്യിക്കുകയാണ്. നന്മ ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ഓരോ ദിനവും പ്രഭാതത്തെ കണ്ടുണരുന്ന നിങ്ങൾ തിന്മയ്ക്ക് ദാസരാകുന്നതിൻ്റെ രഹസ്യം പാപം എന്നൊരു ശക്തിയാണ് നിന്റെ മേലെ യജമാനനായിരിക്കുന്നത്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപം ചെയ്യുന്ന ദേഹിക്കും മരണമുണ്ട്. സകല ജോലികൾക്കും ഒരു നിയമിക്കപ്പെട്ട ശമ്പളം നിയമിച്ചതുപോലെ, അല്ലെങ്കിൽ പകലന്ത്യോളം വയലിൽ വേല ചെയ്തവൻ അവൻ്റെ ആ വൈകിയ വേളയിൽ അവൻ്റെ അധ്വാനത്തിൻ്റെ കൂലി വാങ്ങുവാൻ യജമാനൻ്റെ അടുക്കൽ പോയി നിൽക്കും പോലെ ബൈബിൾ പറയുകയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പ്രവാചകനായ യെസ്കേൽ പറയുന്നതും നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും, പാപം ചെയ്യുന്നവൻ പാപത്താൽ മരിക്കേണ്ടി വരും. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് നോക്കിയാൽ ഈ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം, മറുഭാഗത്ത് നിങ്ങൾക്ക് നീരസവും തോന്നിയേക്കാം. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, പാപം ചെയ്യുന്ന ഏവനും അവൻ പാപത്തിൻ്റെ ദാസനാണ്. അവനെ അനുഗമിച്ച സ്ത്രീകന്മാരിൽ ഒരുവനായ യോഹന്നാൻ പിൽക്കാലത്ത് എഴുതി, പാപം ചെയ്യുന്ന ഏവനും അവൻ പിശാചിൻ്റെ മകൻ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ പാപം ചെയ്തവൻ ധനവാനായാലും ദരിദ്രനായാലും കറുത്തവനായാലും വെളുത്തവനായാലും വിദ്യാസമ്പന്നനായാലും വിദ്യാഹീനനായാലും പാപം നിന്റെ മേൽ ആധിപത്യം പിടിച്ചിരിക്കുന്നെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ അറിഞ്ഞുകൊള്ളുവീൻ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഗ്യരായ നമ്മെ പല നാളിലും അയോഗ്യരാക്കുന്നത് ഈ പാപമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് എന്തിനു വന്നു എന്നും സ്വർഗം എങ്ങനെയാണെന്നും സ്വർഗത്തിൻ്റെ നിലവാരം എന്തെന്നും താൻ ചില ഉപമകളിൽ പറഞ്ഞു. അതിൽ യേശു ഒരു മുടിയനായ പുത്രൻ്റെ ചരിത്രം പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിന് വളരെ സുപരിചിതമാണ്. സമ്പന്നനായ ഒരു അപ്പൻ്റെ 2 സന്തതികളിൽ ഒരുവൻ അപ്പൻ്റെ വാക്കിൽ നിന്നെല്ലാം വാങ്ങി അവൻ ദൂരദേശത്തേക്ക് പോയി.
യാത്രയിൽ എന്താണ് അവൻ പ്രതീക്ഷിച്ചെന്ന് അറിഞ്ഞുകൂടാ. ദൂരദേശത്ത് പോയി സകല മ്ലേച്ഛതയിലും അകപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അവൻ ആഹാരം കിട്ടാതെ വന്നു. ആ നാട്ടിലെ ഒരു സമ്പന്നനെ തേടി യാത്രയായി. ഒടുവിൽ ഒരു സമ്പന്നനെ കണ്ടെത്തി. അവൻ്റെ സമ്പത്ത് പന്നിയാണ്. യഹൂദ ജാതിക്ക് നിഷേധിക്കപ്പെട്ട പന്നിയെ അവൻ തീറ്റേണ്ടി വന്നു. ആ ജോലി എങ്ങനെയെങ്കിലും ചെയ്യാം, അവിടെയും ആഹാരം കിട്ടുന്നില്ല. വ്യാകുലപ്പെട്ട മനസ്സിന് ഉടമയാകുന്ന നാളിൽ ഒരു ദിവസം അവൻ അവൻ്റെ ആരംഭത്തെ ഓർത്തു. അതീവ ദുഃഖത്തോടെ അവൻ തൻ്റെ സ്ഥലം വിട്ടെഴുന്നേറ്റു. അവൻ തൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ പോകുന്ന ഒരു രംഗം നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ പറഞ്ഞിട്ടുണ്ട്. അവൻ ദൂരത്ത് വെച്ച് അപ്പനെ കണ്ടു. അപ്പൻ അവൻ്റെ സന്തതിയെ തിരിച്ചറിഞ്ഞു. അവൻ ഈ സന്തതി വളരെ ക്ഷീണിതനായി, വസ്ത്രമെല്ലാം മുഷിഞ്ഞു കീറി, താടിരോമങ്ങളൊക്കെ വളർന്ന്, കണ്ണുകളൊക്കെ കുഴിഞ്ഞ് ഒരു പ്രാകൃതനായി വരുന്ന തൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു. അവൻ അപ്പൻ്റെ അടുക്കൽ വന്നിട്ടൊരു വാക്ക് പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഇനിയും നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഗ്യനായ നിന്നെ അയോഗ്യനാക്കി തീർത്തിട്ട് നിന്നെ ഹീനനാണെന്ന് പറയുന്നത് മറ്റാരുമല്ല സ്നേഹിത, നിന്റെ മേൽ ആധിപത്യം പിടിച്ച പാപമാണ്. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുന്ന വരികൾ കാണാം. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഗ്യനായ അവനെ അയോഗ്യനാക്കി തീർത്തത് പാപമാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചവനെ ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് കൊണ്ടുപോയത് പാപമാണ്. പാപം ചെയ്യുന്നവൻ അവൻ പിശാചിന്റെ മകനാണ്. പാപത്താൽ മനുഷ്യൻ രോഗിയായി തീരും. 32-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ 38-ാം സങ്കീർത്തനത്തിന്റെ 3 തുടങ്ങി 5 വരെയുള്ള വാക്യത്തിൽ ഒരു ഭക്തൻ ഇങ്ങനെ പാടുന്നു, യഹോവേ, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികൾക്ക് വരെ ഉരുക്കം തട്ടിയിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. പാപം ഹേതുവായി അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ഇന്ന് ലോകത്തിലുള്ള നല്ലൊരു ശതമാനം രോഗത്തിന്റെ പിന്നിലുള്ള രഹസ്യം പാപത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയും. പാപം മനുഷ്യന്റെ ഉന്നത അവസ്ഥയിൽ നിന്ന് ദാസ്യത്തിലേക്ക് കൊണ്ടുപോകും. പാപം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ കൊണ്ട് ഇച്ഛിക്കാത്ത തിന്മ ഉളവാക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനും പാപത്തിന്റെ ദാസനുമായിരിക്കും. എന്നാൽ ഇതിൽ നിന്ന് ഒഴിവ് കിട്ടുന്നവൻ ഭാഗ്യവാനാണ്. എന്താണ് ദാവീദ് പാടിയത്? യഹോവേ, പാപം ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. ആര് നമ്മുടെ പാപം ക്ഷമിക്കും? ചെയ്തുപോയ പാവങ്ങളുടെ ഭാരം ചുമന്ന് ഏറിയ നാളുകളായി അലഞ്ഞു തിരിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോടാണ് പറയുന്നത്, നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അത് നസ്രേനായ യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ സ്വർഗം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ദാവീദ് രാജാവ് പാടിയത് അങ്ങനല്ലേ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആകയാൽ നമ്മുടെ പാപങ്ങളൊന്ന് ക്ഷമിച്ചു കിട്ടണം. എങ്ങനെയാണ് പാപം ക്ഷമിക്കുന്നത്? നാം എന്ത് ചെയ്യണം? ഭൗമ്യമായ ഏതെങ്കിലും നന്മ കൊണ്ട് അല്ലെങ്കിൽ ഭൗമ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് നമുക്കൊന്നും പാപമോക്ഷം കിട്ടത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപമോക്ഷത്തിനായി കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരെ ഭൂമിയിൽ എല്ലാ ദിക്കുകളിലും നമുക്ക് കാണാം. എന്നാൽ എങ്ങനെ പാപം ക്ഷമിക്കപ്പെടും? ഒരു ക്രൂരനെ പോലെ അല്ലെങ്കിൽ ഒരു വലിയ സർപ്പത്തെ പോലെ നമ്മെ ചുറ്റി, നമ്മെ വിഴുങ്ങി, വിഷപ്പല്ലിനാൽ കൊത്തി, ഓരോ നാളിലും മരണം ഉളവാക്കി, നിരാശയും അധൈര്യവും നിന്റെ ഹൃദയത്തിൽ പകർന്ന് നീ അയോഗ്യനെന്ന് നിന്റെ ആത്മാവോട് പറയുന്ന പാപത്തിൽ നിന്ന് നിനക്കെങ്ങനെ രക്ഷ പ്രാപിക്കാം? ആരാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാൻ? ഭൗമിക സമ്പത്തുള്ളവനോ? അല്ല ശ്രോതാക്കളെ. എത്രയോ സമ്പന്നന്മാർ സമാധാനമില്ല, സ്വസ്ഥതയില്ല. പാവം വാഴുന്നിടത്തോളം കാലം മനുഷ്യന് സമാധാനം കിട്ടിയില്ല. കുറെ കാലങ്ങൾക്ക് മുൻപ് ഞാനൊരിക്കല് എറണാകുളം സിറ്റിയിലെ വളരെ സമ്പന്നരായ ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയെ കണ്ടു. ഞാനിങ്ങനെ മറ്റൊരാളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ സമീപത്തെ മുറിയിലുണ്ടായിരുന്നു. ആദ്യമൊന്നും അവർ ഇറങ്ങി വരാൻ താല്പര്യപ്പെട്ടില്ല. ഞാനവിടെ പറഞ്ഞ ശേഷം പോയി കഴിഞ്ഞപ്പോൾ എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളിനോട് ആവശ്യപ്പെട്ടു, എന്നെ വീണ്ടും ഒരിക്കൽ കൂടെ അവിടെ കൊണ്ടുവരാമോ? അങ്ങനെ ഞാൻ യാദൃശ്യമായ വീട്ടിൽ പോയി. എറണാകുളം സിറ്റിയിൽ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയാണ്.
ഒരുപാട് സ്വത്തുകളുണ്ട്. കാലാവസ്ഥ മാറുന്നതിന് ഏറ്റവണ്ണം താമസിക്കുവാൻ മൂന്നാറ്റിലും ഊട്ടിയിലും ഒക്കെ കെട്ടിടമുണ്ട്. കോടികളുടെ സമ്പത്ത് ഇവിടെയും ലണ്ടൻ പട്ടണത്തിലും ഒക്കെയുണ്ട്. ആ സഹോദരി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണിങ്ങനെ കണ്ണുനീർ ചാലുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. എന്താണ് അതിൻ്റെ കാര്യം? എന്നോട് പറഞ്ഞു, ബ്രദർ ജോസേ, ഭൂമിയിൽ എനിക്കെല്ലാം ഉണ്ട്, ആവശ്യത്തിലധികം എൻ്റെ 10 തലമുറയ്ക്ക് കഴിക്കാനുള്ള സമ്പാദ്യം എനിക്കുണ്ട്. ഇതെല്ലാം എൻ്റെ അപ്പൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ്. ഞാൻ ഒരേ ഒരു മോളായിരുന്നു. കോടിക്കണക്കിന് സ്വത്ത് എനിക്കുണ്ട്, സമൂഹത്തിൽ മാന്യതയുണ്ട്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എൻ്റെ ആത്മാവ് ശൂന്യതയിലാണ്. ഞാൻ രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങുന്നില്ല. ഏറിയ സമയവും ഞാൻ ഉറങ്ങുന്നത് മയക്കുമരുന്ന് കുത്തിവെച്ചോ ഉറക്കഗുളിയോ കഴിച്ചോ ആണ് ഉറങ്ങുന്നത്. ഒരു നല്ല ദിനത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല ഉറക്കത്തിന് വിധേയപ്പെട്ട ശേഷം എനിക്ക് മരിച്ചാൽ മതിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. രഹസ്യം എന്തെന്നറിയാമോ? അറിയായ്മയുടെ കാലത്ത് ചെയ്തു പോയ പാപം, ആ പാപം ഇങ്ങനെ ഒരു ഭീകരനെ പോലെ മുമ്പിൽ നിൽക്കുകയാണ്. നന്മ ചെയ്യാൻ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മ വീണ്ടും വീണ്ടും കാലടികൾ വഴുതി പാപത്തിന്റെ പടുകുഴിയിൽ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, നീ എത്ര സമ്പന്നനായാലും, സമൂഹത്തിൽ എത്ര മാന്യനായാലും, ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, പാരമ്പര്യമായി നിനക്ക് അഭിമാനിപ്പാൻ എന്തുണ്ടെങ്കിലും, വിശുദ്ധ ബൈബിൾ പറയുന്നു നീ ഒരു നിർഭാഗ്യവാനായിരിക്കും. നീ ഭാഗ്യവാനായി തീരണമെങ്കിൽ നിന്റെ പാവക്കറകളെ കഴുകണം. പാവം വാഴുന്നിടത്തോളം കാലം നിനക്ക് സമാധാനം കിട്ടത്തില്ല. എത്രയോ മനുഷ്യർ സമാധാനത്തിന് ഇന്ന് നമ്മൾ കേരളക്കരയെ എടുത്തു നോക്കിയാൽ സമ്പൽ സമൃദ്ധമായി സാംസ്കാരികമായി പുരോഗമിച്ചു നിൽക്കുന്ന കേരളത്തില് കഴിഞ്ഞ ദിനങ്ങളിൽ, ഈസ്റ്റർ ദിനങ്ങളിലും ക്രിസ്മസ് ദിനങ്ങളിലും ഓണദിനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റഴിയുന്ന ഏറ്റവും കൂടുതൽ മദ്യമാണ്. സകല മാന്യന്മാർ ഉറങ്ങുവാൻ മദ്യത്തെ ആശ്രയിക്കുന്നു. എങ്ങനെ നമുക്കതിൽ നിന്ന് രക്ഷ നേടാം? പാപത്തിന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എത്രയോ വീടുകളെ നോക്കുവീൻ. പകലന്തിയോളം വേല ചെയ്ത് സൂര്യ വെളിച്ചമേറ്റവൻ കരിപോലെ കറുത്തിരുണ്ടാലും അവൻ സന്ധ്യായാമത്തിങ്കൽ മടങ്ങി വരുമ്പോൾ തെരുവുനായെ പോലെയാണ്. അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് പേപ്പട്ടി പോലും കുടിക്കാത്ത ഈ മദ്യം കുടിച്ച് ലഘുകെട്ടാണ് വീട്ടിൽ വരുന്നത്. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തുന്ന പൊന്നോമനകൾ അവനെ കണ്ട് ഓടി ഒളിക്കുന്നു. കുടുംബം തകരുന്നു, കടഭാരങ്ങളിൽ വരുന്നു, നിരാശയുടെ പടുക്കുഴിയിൽ എത്തുന്നു. അവസാനം സാത്താൻ വന്നു പറയുന്നു, രക്ഷയ്ക്കൊരു മാർഗമേ ഉള്ളൂ, അതാണ് ആത്മഹത്യ. അല്ല ശ്രോതാക്കളെ, ഒരിക്കലും അങ്ങനെയല്ല. ആത്മാവിന്റെ ശാന്തി തരുവാൻ യേശുവിന് കഴിയും. യേശു വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും പാപഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മരണം വിട്ടുയർത്തു വന്ന മശിഹ തേജസ്സോടെ ഈ രാത്രിയിൽ സ്നേഹത്തോടെ നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ കർത്താവിന്റെ അടുക്കൽ വരുവീൻ. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമ്പൽ സമൃദ്ധി കൊണ്ടോ ഉന്നത വിദ്യ കൊണ്ടൊന്നും നമുക്ക് ഈ പ്രാകൃതത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം. പാപം മനുഷ്യനെ രോഗിയാക്കി, പാപം മനുഷ്യനെ അയോഗ്യനാക്കി, പാപം മനുഷ്യനെ തിന്മയിലേക്ക് വലിച്ചഴച്ചു. പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യൻ അനുഭവിക്കുന്നു. എവിടെ എന്തേന്നറിയാതെ ഓരോ നാളും കാലടി എടുത്തു വയ്ക്കുന്നു. എങ്ങനെ വിടുതൽ പ്രാപിക്കാം? വേദപുസ്തകം പറഞ്ഞു, അങ്ങനെ വിടുതൽ പ്രാപിച്ചവൻ ഭാഗ്യവാനാണ്. നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ എത്ര ദരിദ്രരാണേലും ആ ഭാഗ്യം ലഭിച്ചവർ കൂടി വന്നിരിക്കുന്ന ഏറിയ ഭാഗവും ഏറ്റവും ദരിദ്രരെങ്കിലും പ്രത്യാശയുള്ള പാട്ട് പാടുമ്പോൾ അവർ പരിസരം മറന്ന് ഭ്രാന്തരെ പോലെ തുള്ളുന്നത് അവരല്ല പ്രിയമുള്ളവരെ. മുഴു ലോകത്തെക്കാളും വിലപ്പെട്ട അവരുടെ ആത്മാവാണ് അവരുടെ ഉള്ളിലിരുന്ന് സന്തോഷിക്കുന്നത്. കാരണം അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അവരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്തിരിക്കുന്നു. പാപക്ഷമ നമുക്ക് പ്രാപിക്കണം. എന്താണ് അതിൻ്റെ പോം വഴി? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപമോക്ഷത്തിന് മനുഷ്യൻ എന്തെല്ലാം അനുഭവിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ മനുഷ്യൻ സ്വയം ശരീരത്തെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ മുറിപ്പെടുത്തി പാപമോക്ഷം പ്രാപിപ്പാൻ ശ്രമിക്കുന്നു. ഇനിയും ചിലർ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, സകലതും ദാനധർമ്മം ചെയ്യുന്നു, എങ്കിലും ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. എങ്ങനെ പാപക്ഷമ പ്രാപിക്കാം? പാപം ഒരു മഹാസർപ്പമാണ്. അവൻ നിന്നെ വാറ്റി, അവൻ ചുറ്റി വരിഞ്ഞ് അവൻ പാപത്തെ
പാപത്തിന്റെ ആ വിഷം നിന്റെ ഉള്ളിലാക്കി നിന്റെ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ രാത്രി നീ അതിനോട് വിട പറയണം. നാം എന്ത് ചെയ്യണം? ആര് പാപം ക്ഷമിക്കും? പാപം ക്ഷമിക്കാനുള്ള അധികാരം അത് ദൈവം തമ്പുരാനാണുള്ളത്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ പാപം ക്ഷമിപ്പാൻ ദൈവം തമ്പുരാൻ അധികാരമുണ്ട്. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ പാപത്തെ ക്ഷമിച്ച പല രംഗവും നമുക്ക് കാണാം. നിനവേ പട്ടണത്തിന്റെ ദുഷ്ടത ദൈവസിംഹാസനത്തോളം എത്തിയപ്പോൾ യഹോവ ഒരു പ്രവാചകനെ അവിടെ അയച്ചു. പ്രവാചകൻ അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് വിളിച്ചറിഞ്ഞു. രാജാവും പ്രജകളും എല്ലാം സർവമഹത്വവും വിട്ട് വെണ്ണീറിലിരുന്ന് കരഞ്ഞു. യോനായോട് ദൈവം പറയുന്നു, യോനാ, അവരുടെ പാപത്തെ ഞാൻ ക്ഷമിച്ചു. ബാബിലോണിലെ പ്രവാസത്തിലേക്ക് പോയ ദാനിയേൽ ഒരു രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെയും തൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചെന്നും ദൈവം അത് ക്ഷമിച്ചെന്നും എഴുതിയിരിക്കുന്നു. വീണ്ടും ദാവീദിനെ കുറിച്ച് നാം പഠിച്ചാൽ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. 32-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ മറച്ചില്ല. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ ബഹുത്വം എന്നോട് ക്ഷമിച്ചു തന്നു. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ അകൃത്യങ്ങളെ മറച്ചില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു, നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ക്ഷമ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? പാപത്തിന്റെ കുറ്റം നാം ഏറ്റുപറയണം. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും കാണാം ആരാണ് ഈ പാപം ക്ഷമിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ യഹൂദന്മാർ യേശുവിനെ അംഗീകരിച്ചില്ല. യേശു ഒരിക്കൽ ഒരു പക്ഷപാതക്കാരനെ കണ്ടു. അവനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ കിടക്കയും എടുത്തു നടന്നോളാൻ പറഞ്ഞു. ആ വാക്ക് യഹൂദന്മാർക്ക് സഹിച്ചില്ല. ഇവൻ ദൈവദൂഷണം പറയുന്നുവോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയ നിരൂപണത്തെ ഗ്രഹിച്ച മശിഹാ തമ്പുരാൻ, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപം ക്ഷമിപ്പാൻ അധികാരമുണ്ടെന്നറിയേണ്ടതിന് യേശു അവനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപം ക്ഷമിച്ചു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്ക. പാപത്തെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് അധികാരമുണ്ട്. പാപത്തെ ക്ഷമിച്ചു തരുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപഭാരത്തെ ചുമക്കുന്നെങ്കിൽ രക്ഷകന്റെ അടുക്കൽ പോയി പാപത്തെ നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞാട്ട് സ്വർഗം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരും. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ അങ്ങനെയല്ലേ എഴുതിയത്? നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി ഇന്ന് നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പാപം ക്ഷമിച്ചു കിട്ടുന്നവൻ അവൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യം സ്വന്തമാക്കി തീർക്കേണ്ടതിന് ഈ രാത്രിയിൽ നമുക്ക് രക്ഷകന്റെ അടുക്കൽ പോകാം. പാപം ക്ഷമിച്ചു കിട്ടിയവൻ അവൻ ആരായാലും ഭാഗ്യവാനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ദുഷ്ടതയേറിയ അല്ലെങ്കിൽ നമ്മെ പിൻഗമിച്ച് നമ്മെ നിരാശപ്പെടുത്തി ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന പാപത്തെ ഏറ്റുപറഞ്ഞാൽ നീതിമാനായ ദൈവം തൻ്റെ നീതിയാൽ അത് ക്ഷമിക്കുകയും യേശുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുകയും ചെയ്യും. ആകയാൽ അത് പ്രാപിച്ചവൻ ഭാഗ്യവാൻ. ലോകത്തിൽ എത്രയോ കോടി ജനങ്ങൾ ഈ രക്ഷ പ്രാപിച്ചവരാണ്. പാപത്തെ വിട്ടൊഴിഞ്ഞു, ആത്മാവിന് ശാന്തി കിട്ടി. ഞാനൊരിക്കൽ ആലുവ എന്ന സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ വളരെ നിരാശനായി വന്നൊരു മനുഷ്യനെ എനിക്കറിയാം. താനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കുടുംബമൊക്കെ വിട്ട് വളരെ നിരാശനായി ജീവിച്ചതാണ്. വരുന്ന വഴിയിൽ ഫെയ്ത്തോം വാതുക്കൽ എഴുതി വെച്ചൊരു വേദവാക്യം കണ്ടാണ് താൻ യാദൃശ്യമായി ഫെയ്ത്തോമിൽ കയറിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താൻ ഫെയ്ത്തോമിൽ കയറി വന്നു, പ്രാർത്ഥനയ്ക്ക് പിന്നിലിരുന്നു. താൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. പിന്നീട് ഞാൻ ഒരിക്കൽ ഏറിയ നാളിന് ശേഷം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മത്തായിച്ച, ഇപ്പോൾ മനസ്സെങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കൊന്നും പറയുന്നത് പോലെ വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിലും ഞാനിന്ന് ഫ്രീ ആണ് അച്ചായ. ആ ഭാരം ദൈവമാണ് ചുമക്കുന്നത്. എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും. എൻ്റെ വേദനകളെല്ലാം നിസ്സാരമാണ്. എത്രയും വേഗം ഞാൻ സ്വർഗത്തിൽ പോകും. ഞാൻ ചുമന്ന പാപത്തിൻ്റെ കടങ്ങൾ സ്വർഗം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഓർത്തുകൊള്ളണമേ ശ്രോതാക്കളെ, പാപം ക്ഷമിപ്പാൻ ദൈവം തമ്പുരാനെ അധികാരമുള്ളൂ. നാം എന്ത് ചെയ്യണം? പാപങ്ങൾ ലജ്ജകൂടാതെ ഏറ്റുപറയണം. മനുഷ്യരോടൊന്നും പാപം ഏറ്റുപറയുവാൻ തിരുവെഴുത്ത് അംഗീകരിച്ചിട്ടില്ല. ദൈവം തമ്പുരാൻ പറയുന്നത് സ്വർഗം നമ്മുടെ പാപം ക്ഷമിക്കും.
ഇനിയും ക്ഷമിക്കപ്പെടുമ്പോൾ ചില വ്യവസ്ഥകൾ ദൈവം വെച്ചിട്ടുണ്ട്. അതിന് രണ്ടു വശമാണ്. പാപിയായ ഒരു സ്ത്രീയെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാൻ പരീശന്മാർ പിടിച്ച് മശിഹായുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച രക്ഷകൻ അവളോട് പറയാണ്, സ്ത്രീയെ പൊയ്ക്കൊള്ളുവിൻ, ഇനിയും പാപം ചെയ്യരുത്. ക്ഷമിക്കപ്പെടുന്ന നാളിൽ തമ്പുരാൻ വെച്ച വ്യവസ്ഥ, പൊയ്ക്കൊള്ളുവിൻ, ഇനിയും പാപം ചെയ്യരുത്. രണ്ടാമത് മറ്റൊരു വ്യവസ്ഥയുണ്ട്. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുകയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പിഴകളും ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണം. ശിക്ഷകണത്തിൽ ഒരുവൻ പറഞ്ഞു, കർത്താവേ എന്നെ കൂടെ ഒന്ന് പ്രാർത്ഥന പഠിപ്പിക്കാമോ? മശിഹാ തമ്പുരാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു വാക്കിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കും പോലെ ഞങ്ങളുടെ കടങ്ങളും പിഴകളും ക്ഷമിച്ചു തരണമേ. ആകയാൽ ക്ഷമിക്കപ്പെടുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്, നിങ്ങൾ ക്ഷമിച്ചാലേ സ്വർഗം ക്ഷമിക്കത്തുള്ളൂ. മശിഹാ വീണ്ടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും പിഴകളെയും നിങ്ങളോട് ക്ഷമിക്കത്തില്ലെന്ന് സത്യമായും പറയുന്നു. ആകയാൽ നാം ക്ഷമിക്കപ്പെടുകയും പാപത്തിൻ്റെ വഴിവിട്ട് വേർപെട്ടു വരികയും ചെയ്യണം. സ്വർഗം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ, ദൈവം പാപത്തെ മറക്കുമ്പോൾ നാമും അത് മറന്നു കളയണം. സ്വർഗം നമ്മോട് ക്ഷമിച്ചെന്നും ദൈവം അത് മറന്നെന്നും തിരുവെഴുത്തിൽ എഴുതുന്ന നാളിൽ നാമും നമ്മുടെ പാപങ്ങളെ മറക്കണം. പൗലോസ്ലീഹ ഇങ്ങനെ എഴുതിയല്ലോ, പിൻപിലുള്ളത് ഞാൻ മറന്നു കളഞ്ഞ് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പാപഭാരം ചുമന്നവരായി വ്യാകുലപ്പെട്ട ഹൃദയത്തോട് മദ്യപാനത്തിനടിമയായി മയക്കുമരുന്നിനടിമയായി ജീവിതം നിരാശപ്പെട്ട് ആത്മഹത്യയാണ് അവസാന മാർഗമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ സ്നേഹിക്കുന്നു, ഒരു യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിന്റെ ഭാരം ചുമക്കുന്നവനെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്റെ പണത്തിനോ നിന്റെ ലഹരിക്കോ നിന്റെ ഭൗമിക സുഖത്തിനോ ആശ്വാസം തരാൻ കഴിയാതെ നിരാശപ്പെട്ടവനാണെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരുവീൻ, അവൻ നിന്നെ ആശ്വസിപ്പിക്കും. ആകയാൽ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരുവൻ അത് പാപം ക്ഷമിച്ചു കിട്ടിയവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭാഗ്യവാന്മാരുടെ വലിയൊരു നിര നമുക്ക് കാണാം. ഭാഗ്യം വേദപുസ്തകത്തിൽ ഭാഗ്യവാന്മാരായി വിശേഷിപ്പിച്ച അനേകരെ നമുക്ക് കാണാം. പാപം ക്ഷമിച്ചു കിട്ടിയവൻ അവൻ ഭാഗ്യവാനാണ്. ഈ രാത്രിയിലൂടെ കൂടി വന്നിരിക്കുന്നതിൽ ഏറിയ ഭാഗവും പാപക്ഷമ പ്രാപിച്ചവരാണ്. മരിച്ചാൽ സ്വർഗത്തിൽ പോകും, നല്ല ഉത്ബോധ്യമുണ്ട്. അവരുടെ ആത്മാവ് ദൈവത്തെ കാണുന്നു, എപ്പോൾ വേണമെങ്കിലും തയ്യാർ. മുൻപേ പോകണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. രഹസ്യം ആത്മാവോട് സംസാരിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഈ രാത്രിയിൽ നമുക്ക് പാപമോചനം പ്രാപിച്ച് ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് വരാം. സമയം നമ്മളെ വിട്ടിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രോതാക്കളെ. കഴിഞ്ഞുപോയ സമയങ്ങൾ, കഴിഞ്ഞുപോയ നാളുകളൊന്നും മടങ്ങി വരത്തില്ല. നാളെ ഒരു ദിവസമുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് സ്വന്തമെന്ന് അഭിമാനിപ്പാനുള്ളത് ഇപ്പോൾ നാം നിൽക്കുന്ന ഈ സമയം മാത്രമേ ഉള്ളൂ. നാളെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞു പോയത് തിരികെ വരത്തുമില്ല. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയം മാത്രമേ നമ്മുടെ സ്വന്തമായിട്ടുള്ളൂ. നാം നമ്മോട് തന്നെ ചോദിച്ചാട്ട്, ഈ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നാമും പെട്ടിട്ടുണ്ടോ? ലംഘനം ക്ഷമിക്കണം, പാപം മറച്ചു കിട്ടണം. പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോത്തായിൽ പരമയാഗമായി തീർന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ കാൽവറി ക്രൂശിന്റെ അടുക്കൽ പോയി, എൻ്റെ കർത്താവേ, ഞാനൊരു പാപിയാണ്, നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ സ്വർഗം നിന്റെ പാപത്തെ ക്ഷമിക്കുകയും യേശുവിൻ്റെ രക്തം നിന്റെ പാപക്കറകളെ കഴുകുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകം അടുത്തതായി ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിച്ചത് ദൈവത്താൽ ബലം പ്രാപിച്ച മനുഷ്യനാണ്. 84 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദിന്റെ സമകാലികരായിരുന്ന ചില ഭക്തന്മാർ പാടിയ ഒരു സങ്കീർത്തന വരി നമുക്ക് കാണാം. 84 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം വായിച്ചാൽ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി ബൈബിൾ പറയുന്നത് ദൈവത്താൽ ബലം പ്രാപിച്ച മനുഷ്യൻ ഭാഗ്യവാൻ. ആരായിരിക്കും ഭാഗ്യവാൻ?
വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. അതിലുപരി ദൈവത്താൽ ബലം പ്രാപിച്ചവൻ ഭാഗ്യവാനാണ്. മനുഷ്യന് ദൈവത്താൽ ബലം പ്രാപിപ്പാൻ കഴിയുമോ? ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഭൗമിക ബലത്തിനായി എന്തെല്ലാം മാർഗങ്ങളാണ് അന്വേഷിക്കുന്നത്. കായിക രംഗങ്ങളിലൊക്കെ തന്നെ നാം നോക്കിയാൽ മനുഷ്യൻ നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിനായി അല്ലെങ്കിൽ ബലപ്പെട്ട ഒരു ശരീരത്തിനായി മനുഷ്യൻ എത്രയോ പണം ചെലവഴിക്കുന്നു. മനുഷ്യൻ എങ്ങനെ ബലപ്പെടാം? ഇവിടെ പറയുന്ന ഈ ബലം അക്ഷരീയമായൊരു ബലമല്ല. ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ ബലഹീനനായിരുന്നില്ല. ഒരിക്കൽ മോശ 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയല്ലോ, യഹോവേ നിന്റെ ക്രോധത്താൽ ഞങ്ങൾ ക്ഷയിച്ചു, നിന്റെ കോപത്താൽ ഞങ്ങൾ ഭ്രമിച്ചു പോയിരിക്കുന്നു. നീ ഞങ്ങളുടെ പാപങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ആകിയാൽ മനുഷ്യന്റെ ക്ഷയത്തിന്റെയും അല്ലെങ്കിൽ ബലഹീനതയുടെയും രഹസ്യം പാപമാണ്. ബൈബിൾ പറയുന്നു, ദൈവത്താൽ ബലം പ്രാപിച്ച മനുഷ്യൻ ഭാഗ്യവാൻ.